1070 സ്പെയിനിലെ മാഡ്രിഡിലെ ദരിദ്രരായ കൃഷിക്കാരുടെ കുടുംബത്തിലായിരുന്നു വിശുദ്ധ ഇസിദോർ ജനിച്ചത്. സെവില്ലയിലെ പ്രസിദ്ധനായ മെത്രാപോലിത്തയുടെ ബഹുമാനാർത്ഥമാണ് വിശുദ്ധന് ഇസിദോർ എന്ന പേര് ലഭിക്കുവാൻ കാരണം. മാഡ്രിഡിന് പുറത്തുള്ള ടൊറേഗാലോ ഗുനായിലുള്ള ധനികനായ ജോൺ ഡി വെർഗാസിന്റെ കൃഷിത്തോട്ടത്തിലെ ദിവസ ജോലിക്കാരനായിരുന്നു ഇസിദോർ. ദരിദ്രയായ മരിയ ഡി ലാ കബേസ എന്ന പെൺകുട്ടിയെയായിരുന്നു വിശുദ്ധൻ വിവാഹം ചെയ്തിരുന്നത്. അവർക്ക് ഒരു മകൻ പിറന്നെങ്കിലും ചെറുപ്പത്തിൽ തന്നെ ആ കുട്ടി മരണപ്പെട്ടു. അതിനുശേഷം ആ ദമ്പതികൾ ദൈവസേവനത്തിൽ മുഴുകി ജീവിക്കുവാൻ തീരുമാനിച്ചു. ഇസിദോറിന്റെ ജീവിതം വളരെ ലളിതമായിരുന്നു. കാരുണ്യത്തിന്റെയും വിശ്വാസത്തിന്റെയും ഒരു മാതൃകയായിരുന്നു വിശുദ്ധന്റെ ജീവിതം. ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും പ്രാർത്ഥിക്കുക, ഒഴിവു സമയങ്ങളിൽ ദേവാലയങ്ങൾ സന്ദർശിക്കുക, തന്റെ ഭക്ഷണം പാവപ്പെട്ടവരുമായി പങ്കുവെക്കുക തുടങ്ങിയവ വിശുദ്ധന്റെ പതിവായിരുന്നു. ഇസിദോർ വളരെയേറെ പരിശ്രമശാലിയായിരുന്നു. പക്ഷേ ഒരിക്കൽ വിശുദ്ധനെ കുറിച്ച് ഒരു പരാതി അദ്ദേഹത്തിന്റെ തൊഴിൽ ദാതാവിന്റെ പക്കലെത്തി. അതിരാവിലെ വിശുദ്ധ കുർബാനയ്ക്ക് പള്ളിയിൽ പോകുന്നതിനാൽ വിശുദ്ധൻ എല്ലാ ദിവസവും രാവിലെ വൈകിയാണ് ജോലിക്കെത്തുന്നത് എന്നായിരുന്നു പരാതി. ഇതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ വിശുദ്ധൻ അത് നിഷേധിക്കാതെ ഇപ്രകാരം മറുപടി കൊടുത്തു: സാർ, ഞാൻ എന്റെ ജോലി സ്ഥലത്ത് മറ്റുള്ള ജോലിക്കാരിൽ നിന്നും വരുന്നതെന്ന കാര്യം സത്യമാണ്. പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഞാൻ ചിലവാക്കുന്ന ആ കുറച്ചു മിനിറ്റുകൾക്ക് പകരം എന്നാൽ കഴിയും വിധം ഞാൻ കൂടുതലായി ജോലി ചെയ്യാറുണ്ട്. എന്റെ ജോലിയും മറ്റുള്ളവരുടെ ജോലിയും തമ്മിൽ താരതമ്യപ്പെടുത്തി നോക്കുവാൻ ഞാൻ അങ്ങയോട് അപേക്ഷിക്കുന്നു. ചെറുതായി പോലും ഞാൻ അങ്ങയെ വഞ്ചിച്ചിട്ടുള്ളതായി അങ്ങ് കണ്ടുപിടിക്കുകയാണെങ്കിൽ എന്റെ സ്വകാര്യ ശേഖരത്തിൽ നിന്നും അതിനുവേണ്ട നഷ്ടപരിഹാരം ഞാൻ ചെയ്തു കൊള്ളാം. തൊഴിലുടമ അദ്ദേഹത്തോട് യാതൊന്നും തന്നെ പറഞ്ഞില്ല. എന്നിരുന്നാലും അദ്ദേഹം ഇക്കാര്യത്തിൽ സംശയാലുവായിരുന്നു. ഇതിന്റെ സത്യം കണ്ടുപിടിക്കുവാനായി അദ്ദേഹം ഒരു ദിവസം അതിരാവിലെ എഴുന്നേറ്റ് ദേവാലയത്തിന്റെ പുറത്ത് ഒളിച്ചു നിന്നു. ഈ സമയത്ത് വിശുദ്ധ ഇസിദോർ അവിടെ വരികയും ദേവാലയത്തിലേക്ക് പ്രവേശിക്കുകയും ചെയ്തു. കുർബാന കഴിഞ്ഞ ഉടൻ തന്നെ അദ്ദേഹം തന്റെ ജോലി സ്ഥലത്തേക്ക് പോയി. അദ്ദേഹത്തെ പിന്തുടർന്ന മുതലാളി വിശുദ്ധൻ നുകമെടുത്തുകൊണ്ട് പാടത്തേക്ക് പോകുന്നത് കണ്ടു. അദ്ദേഹം വിശുദ്ധനെ അഭിമുഖീകരിക്കുന്നതിനായി തുനിഞ്ഞപ്പോൾ മഞ്ഞുമൂടിയ ആ പ്രഭാത കിരണത്തിലൂടെ ഒരു വെളുത്ത കാളയിൽ പൂട്ടിയിരിക്കുന്ന നുകം വയലിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ചലിക്കുന്നതായി താൻ കണ്ടുവെന്ന് അദ്ദേഹത്തിന് തോന്നി. അമ്പരന്ന് പോയ അദ്ദേഹം വയലിന് നേരെ ഓടിയെങ്കിലും വിശുദ്ധ ഇസിദോറിനെയും അദ്ദേഹത്തിന്റെ നുകത്തെയും മാത്രമാണ് കാണുവാൻ സാധിച്ചത്. ഇതിനെക്കുറിച്ച് അദ്ദേഹം വിശുദ്ധനോട് ആരാഞ്ഞപ്പോൾ വിശുദ്ധൻ പറഞ്ഞു: സാർ, ഞാൻ ഒറ്റയ്ക്കാണ് ജോലി ചെയ്യുന്നത്. എന്റെ ശക്തിക്കായി ഞാൻ ആശ്രയിക്കുന്ന ദൈവമല്ലാതെ മറ്റാരെയും ഞാൻ അറിയുകയുമില്ല. മാലാഖമാർ പോലും വിശുദ്ധന്റെ ജോലിയിൽ സഹായിക്കത്തക്ക വിധം മഹത്തായിരുന്നു വിശുദ്ധന്റെ ദിവ്യത്വം. ഇത്തരം ചെറിയ പ്രവൃത്തികളെ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ നമുക്ക് കാണുവാൻ കഴിയുകയുള്ളൂ. വിശുദ്ധൻ ഏതെങ്കിലും രൂപത ഭരിച്ചിരുന്ന മെത്രാനോ അല്ലെങ്കിൽ തന്റെ വിശ്വാസത്തിനായി രക്തസാക്ഷിത്വം ഭരിച്ച രക്തസാക്ഷിയോ അല്ലായിരുന്നു. വയലുകളിലും തോട്ടങ്ങളിലും ദൈവത്തെ ശരിയായ വിധത്തിൽ സേവിച്ച ഒരു ദൈവഭക്തനായിരുന്നു വിശുദ്ധ ഇസിദോർ. 1130 വിശുദ്ധൻ കർത്താവിൽ അന്ത്യനിദ്ര പ്രാപിക്കുന്നത്.